നമസ്കാരം, എല്ലാവർക്കും സൈലം IAS സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന സബ്ജക്റ്റിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലായി UPSC പ്രിലിംസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 3-4 ചോദ്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുക. ഈ ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങളിലേക്ക് ഒരു കണ്ടന്റ് എത്തിക്കുക എന്നുള്ളതല്ല. കണ്ടന്റിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ലാതെയും ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. സോ ബേസിക്കലി നമ്മൾക്ക് ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ, അതായത് പ്രിലിംസിൻ്റെ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു ആസ്പിറൻറ്റിനെ സംബന്ധിച്ച് ഒരു 55 മുതൽ 60 ചോദ്യം വരെയൊക്കെയാണ് ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ അറ്റൻഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുക. പക്ഷേ നിങ്ങളുടെ സൈഡ് സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് കൂട്ടണം എന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ അറ്റംപ്റ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. വിച്ച് മീൻസ് ഒരു സെക്കൻഡ് റീഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു 10 മുതൽ 15 ചോദ്യം വരെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കോമൺ സെൻസ് ഉപയോഗിച്ച്, ലോജിക്സ് ഉപയോഗിച്ച് ചില വേർഡുകൾ ഡീകോഡ് ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ആൻഡ് ദാറ്റ് വിൽ മേക്ക് യുവർ എഫേർട്ട് ലിറ്റിൽ ബിറ്റ് മോർ ഈസി ടു ക്ലിയർ ദ പ്രിലിംസ് എക്സാം. സോ അങ്ങനെയുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 1-2 അല്ലെങ്കിൽ 2-ലധികം വർഷങ്ങളിൽ സിവിൽ സർവീസസ് തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ഒരു വലിയ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കണമെന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ബിഗിനേഴ്സ്, പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരു ക്രൗഡിനെ സംബന്ധിച്ച് ഐ എം ഷുവർ ദാറ്റ് ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ഗിവ് യു some insights. So that is the reason why this particular session is being conducted here. So സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. We are looking into the politics. പൊളിറ്റി എങ്ങനെ ട്രിക്സിലൂടെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. So one of the question which was asked by the UPSC in the previous year. Question ഇങ്ങനെയായിരുന്നു: As per article number 368 of the Constitution of India, the Parliament may amend any provision of the Constitution by way of addition, variation, repeal. Select the correct answer using the code given below. ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അഡീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, വേരിയേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, റിപ്പീൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ ആർട്ടിക്കിൾ 368 ഒരു എക്സാക്ട് സ്ക്രിപ്റ്റ് പലർക്കും കൃത്യമായിട്ട് അറിയില്ലായിരിക്കാം. അതുകൊണ്ട് ഈ പറയുന്ന വാക്കുകൾ ആർട്ടിക്കിൾ 368 ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കാം. ബട്ട് ഡസ് നോട്ട് മാറ്റർ. നിങ്ങൾ നോക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഈവൻ ഇഫ് യു ഡസ് നോട്ട് നോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഈ വാക്ക് എന്താണ്? അമെൻഡ്. അമെൻഡ് മീൻസ് വാട്ട്? അമെൻഡ് എന്ന് പറഞ്ഞാൽ ഭേദഗതി എന്നാണ് അർത്ഥം. ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ചേഞ്ച് അല്ലേ? ചേഞ്ച് ആണ്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ആണ്, മാറ്റമാണല്ലേ. സേ ഫോർ എക്സാമ്പിൾ 0-ൽ നിന്ന് 5-ലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? യു ആഡ് 5, വിച്ച് മീൻസ് ദർ ഇസ് എ ചേഞ്ച് അല്ലേ. സോ അഡീഷൻ ഇസ് എ ചേഞ്ച്, വേരിയേഷൻ ഇസ് എ ചേഞ്ച് അല്ലേ. റിപ്പീൽ എന്ന് പറഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും? ചേഞ്ചിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം അമെൻഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചേഞ്ച് അല്ലെങ്കിൽ മോഡിഫൈ എന്നുള്ളതാണ്. അഡീഷൻ കൂട്ടിച്ചേർക്കുക എന്നാണ്, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് വരും. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്, ചേഞ്ച് വരും. റിപ്പീൽ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ഒന്നിനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്, സ്വാഭാവികമായിട്ടും അവിടെയും ചേഞ്ച് വരും. വിച്ച് മീൻസ് ഓൾ ദീസ് 3 things are possible under Article 368 by which the Parliament amend the Constitution. So what is the answer? The answer will be option D, that is 1, 2 and 3. So we have just decoded this term. Amend എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 368 പറ്റി കൃത്യമായിട്ട് അറിയാമെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബെയർ ആക്ട് അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് അതേപോലെ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അതേപോലെ അതിൻ്റെ ഒരു ടെക്നിക്കൽ നേച്ചർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. ബട്ട് ഹിയർ യു ഹാവ് എ പോസിബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. വി വിൽ ഗോ ഫോർ അനദർ ക്വസ്റ്റ്യൻ. വീണ്ടും കഴിഞ്ഞ വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ സ്പീക്കർ ഓഫ് ദി ലോക്സഭ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആരെ പറ്റിയാണ് ചോദ്യം? സ്പീക്കറിനെ പറ്റിയാണ് ചോദ്യം.
ആൻഡ് വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ? വൈൽ എനി റെസൊല്യൂഷൻ ഫോർ ദ റിമൂവൽ ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഇസ് അണ്ടർ കൺസിഡറേഷൻ, സ്പീക്കറെ നീക്കം ചെയ്യുന്ന പ്രമേയം പരിഗണിക്കുന്ന സമയത്ത് ഹി ഓർ ഷീ ഷാൽ നോട്ട് പ്രിസൈഡ്, സ്പീക്കർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ ആയിരിക്കാൻ പറ്റുമോ ഇല്ലയോ? വി ഡോണ്ട് നോ, അറിയില്ല എന്ന് വിചാരിക്കുക. ഹി ഓർ ഷീ ഷാൽ നോട്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്, സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്? സംസാരിക്കാൻ പറ്റില്ല, സ്പീക്കർക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്പീക്കർ അടുത്തിരിക്കുന്ന ഒരാളോട് എന്തെങ്കിലും സംസാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി അതും പോട്ടെ, സ്പീക്കറോടാണ് പറയുന്നത് യു ആർ നോട്ട് സപ്പോസ് ടു സ്പീക്ക്. അതിലെന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ, ഒരു കോമൺ സെൻസ് ഉണ്ടോ, ഒരു പ്രാക്ടിക്കാലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരാളുടെ എക്സ്പ്രഷൻ തടയാൻ സ്വാഭാവികമായിട്ടും അവിടെ സാധിക്കില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയാൽ തന്നെ വി വുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് അല്ലേ? സ്പീക്കറോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി സ്വാഭാവികമായിട്ടും എന്നെ നീക്കം ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്നെ പണിഷ് ചെയ്യുന്ന സമയത്തോ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തയ്യാറാവില്ലേ? ഇനി അതുപോട്ടെ, സ്പീക്കർ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു നിബന്ധനയായിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? ഞാൻ സ്പീക്കർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് സംസാരിച്ചാലോ? So such a kind of non-practical rules and regulations won't be there in the constitution predominantly അല്ലേ? അപ്പോൾ ഈ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്നെടുത്താൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട ആവശ്യം പോലും വരില്ല. യു ക്യാൻ എലിമിനേറ്റ് ദിസ് ഓപ്ഷൻ, ദിസ് ഓപ്ഷൻ, this option. And what is the answer? The answer is option A, that is one only. Fine. അടുത്തൊരു ചോദ്യം നോക്കിയേ. Which one of the following statements is correct as per the Constitution of India? Constitution അനുസരിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇസ് എ സബ്ജക്ട് അണ്ടർ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. നമുക്കറിയാം ഷെഡ്യൂൾ 7 പ്രകാരം ദർ ഇസ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനത്തിനകത്ത് പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയനും സ്റ്റേറ്റിനും ഒരേപോലെ നിയമം നിർമ്മിക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റിനകത്തുള്ള വിഷയങ്ങൾക്കായിരിക്കും പ്രാധാന്യം അല്ലേ? ഇന്റർ സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കാണ്. വിച്ച് മീൻസ് ഒരു സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. Eliminate it. Interstate migration is a state subject. Again, interstate ഒരു സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുമോ? അല്ല. അതും സ്റ്റേറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇന്റർസ്റ്റേറ്റ് ക്വാറന്റൈൻ ഇസ് എ യൂണിയൻ സബ്ജക്ട് അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ്. അറിയില്ല, അവിടെ നിൽക്കട്ടെ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. കോർപ്പറേഷൻ ടാക്സ് ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. എന്താണ് കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ? കോർപ്പറേഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ പ്രോഫിറ്റിന്മേൽ ചുമത്തുന്ന നികുതിയാണ്, വലിയ നികുതിയാണ്. സോ ദാറ്റ് വിൽ ഗോ ടു ദ യൂണിയൻ, വിച്ച് മീൻസ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ wrong. So what is the correct answer? The correct answer is interstate quarantine is a union subject under the union list. ഒരു ചോദ്യം കൂടി നോക്കാം. In fact, what you need to understand is that നിങ്ങൾ ഒരിക്കലും ശരിയായ ആൻസർ അല്ല ഇത്തരം ചോദ്യങ്ങളിൽ തിരയേണ്ടത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത മേഖലയാണ് എങ്കിൽ തെറ്റായിട്ടുള്ള ആൻസർ ഒഴിവാക്കാൻ നോക്കാം അല്ലേ? തെറ്റായിട്ടുള്ള ആൻസർ ഒഴിവാക്കി ശരിയുള്ള ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വൺ ഓഫ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് UPSCയുടെ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Pursuant to the report of N. Sanyal Committee, the Contempt of Court Act was passed. അറിയില്ല എന്ന് വിചാരിക്കുക. ഫാക്ച്വൽ ആണ്, അറിയില്ല. ഓക്കെ, ഫൈൻ. The Constitution of India empowers the Supreme Court and the High Court to punish for contempt of themselves. ഇനി അതും അറിയില്ല എന്ന് വിചാരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും കോടതി അലക്ഷ്യത്തിന് പണിഷ് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നു. അറിയില്ല എന്ന് വിചാരിക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി. The Constitution of India defines. വാക്ക് എന്താണ്? ഡിഫൈൻ. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദീകരിക്കുക. ആൻഡ് പ്ലീസ് റിമെമ്പർ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇത്രയും കോടാനുകോടി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണല്ലേ? കോടാനുകോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റുമോ? പോസിബിളായിട്ടും ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഒരു ബ്രോഡ് ഡോക്യുമെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആണ് എങ്കിൽ പോലും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിഫൈൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ ഓൾമോസ്റ്റ് 99.9% ദ ആൻസർ വുഡ് ബി റോങ്. എക്സെപ്ഷൻസ് ഉണ്ടാവും കേട്ടോ, എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ടാവും.
പക്ഷെ ഓൾമോസ്റ്റ് അത് തെറ്റായിരിക്കും. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ we can make the statement wrong. The Constitution of India defines civil contempt and criminal contempt. No, the Constitution does not define. The Constitution does not describe. The Constitution does not explain anything. എന്ന് പറയാം. But there may be some exceptions. Now, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ എലിമിനേറ്റ് ദിസ് ആൻഡ് എലിമിനേറ്റ് ദിസ്. ഇത്രയും ചെയ്താൽ തന്നെ 50-50 ആയി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇൻ ഇന്ത്യ ദ പാർലമെൻറ്റ് ഇസ് വെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ടു മേക്ക് ലോസ് ഓൺ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ലോസ് മീൻസ് ഫ്രെയിമിംഗ് ലെജിസ്ലേഷൻ അല്ലേ, അല്ലെങ്കിൽ ലെജിസ്ലേഷൻ ഇസ് ഫ്രെയിമിംഗ് ഓഫ് ലോസ്. ആൻഡ് വിച്ച് ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്? ദ പാർലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പാർലമെൻറ്റിനായിരിക്കില്ലേ നിയമം നിർമ്മിക്കാനുള്ള അധികാരം? ഈ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിത് ശരിയാണെന്ന് എടുക്കാൻ പാടില്ലേ? പാർലമെൻറ്റ് നിയമനിർമ്മാണ സഭയാണ് എന്ന ഇൻഫർമേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. പക്ഷെ പാർലമെൻ്റ് ആണ് ലോ മേക്കിംഗ് ബോഡി. ലോ ഇസ് സംതിങ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ പാർലമെൻറ്റ് എന്നുള്ള ജനറൽ ആയിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും യു വുഡ് ബി ഏബിൾ ടു റീച്ച് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ would be 1, 2 and 4. അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആൻഡ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും. സോ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു വാക്ക്, നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു വാക്ക് അടർത്തിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ ദിസ് ഇസ് ഹൗ യു ഡീകോഡ് ദ ടേംസ് ആൻഡ് റീച്ച് ടു എ കൺക്ലൂഷൻ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. സേ ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ഓൺലി എന്ന ടേം കാണുന്നു, അല്ലെങ്കിൽ ഓൾ എന്ന ടേം കാണുന്നു. 99.9% there is a chance that it will become a wrong statement. സാധാരണഗതിയിൽ UPSC ഓൺലി പോലുള്ള ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഓൺലി, അല്ലെങ്കിൽ ഓൾ, എവ്രി ടൈം, എനിവേർ എന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പൊളിറ്റിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട. മറ്റ് സബ്ജക്റ്റുകളുടെ പേഴ്സ്പെക്റ്റീവിലും ഇത്തരം ലോജിക്കൽ തോട്ട് പ്രോസസ്സിനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചാൽ ഐ തിങ്ക് ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാവുന്നതിനപ്പുറത്തേക്ക് യു വുഡ് ബി ഏബിൾ ടു ആൻസർ ആൻഡ് സ്കോർ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ശരിയായിക്കൊള്ളാം എന്നല്ല പറയുന്നത്, പക്ഷേ ദർ ഇസ് എ ചാൻസ് ദാറ്റ് യു മേ സ്കോർ ഗുഡ് ഓർ യു മേ ആക്സിലറേറ്റ്, ബൂസ്റ്റ് യുവർ സ്കോർ, എസ്പെഷ്യലി ഫോർ ദ പ്രിലിംസ് എക്സാം. സോ ഈവൻ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അതായത് ഒരു ചോദ്യം തെറ്റിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എത്ര മാർക്കാണ്, ഒരു ചോദ്യം ശരിയാക്കിയാൽ കിട്ടുന്നത് എത്ര മാർക്കാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും you would feel or you would reach the conclusion that there is a chance of getting the marks added to the total mark. അപ്പോൾ അതായത് നെറ്റ് മാർക്കിൽ അല്ലെങ്കിൽ ഒരു ടോട്ടൽ മാർക്കിൽ അഡീഷൻ മാത്രമേ വരൂ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയാൽ പോലും ഇങ്ങനൊരു ഗസ് നടത്തുമ്പോൾ എന്ന നിഗമനത്തിലേക്ക് എത്തിയാൽ I think that will work. So make use of these kind of informations, knowledge. We will meet occasionally with these kind of sessions. Till then, take care. Goodbye.